ശരി. അസ്സലാമലൈക്കും സാർ. വലൈക്കും അസ്സലാം സുഖം. വറഹ്മത്തുള്ളാഹ്. ഓക്കെ. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ വരാം. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ കേട്ടാ. ഇന്ന് കാണുന്നുണ്ടല്ലോ. ഓക്കെ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? നമ്മള് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല, കാരണം ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഞാൻ നിങ്ങളായിട്ട് സംസാരിച്ചതിന് ശേഷം, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഓപ്പൺ ചെയ്തിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യലായിട്ട് ഉള്ളൊരു പ്രോഗ്രാമാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓൺലൈനായിട്ട് നമ്മൾ തുടങ്ങിയതിന്റെ ഒരു ബാക്കി ഭാഗം നമ്മൾ ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുകയാണ്. ഇപ്പോൾ ഷെയ്ർ ഉസ്താദായിട്ടുള്ള നമ്മുടെ സദർ ഉസ്താദ് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ, കുറച്ച് കുട്ടികളെ എനിക്ക് തരികയുണ്ടായി. 1-ാം ക്ലാസ് 2-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെയും കുട്ടികൾ. അപ്പോൾ അവരുടെ ഖിറാഅത്തും അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ബോധവും നല്ല രീതിയിൽ ഉണ്ടാക്കുകയും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഓതാൻ കഴിയുന്ന ഒരു മക്കളാക്കിയിട്ട് മാറ്റുക എന്നതാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഒരു മിഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലത്തെ ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള കാരണം. ഏതൊരു സംഗതിന്റെയും ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിരന്തരമായിട്ട് അതിനു വേണ്ടി പരിശീലിക്കുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള 21 ദിവസത്തിന്റെ ഒരു ടാസ്ക്കാണ്. ഈ 21 ദിവസം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ മഹ്റജ്, നമ്മളെ ഓത്ത്, നമ്മളെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് മുന്നിലേക്ക് പ്രശ്നങ്ങളായിട്ട് വരികയും അതിനെ നമ്മൾ മാറ്റി തരണം ചെയ്ത് 1-ാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആയിരിക്കില്ല 21-ാമത്തെ ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് അത് മുഴുവനായിട്ട് നമ്മളിൽ മാറ്റം വരും. നമ്മളെ മഹ്റജിന്റെ ദുർബലത ഉണ്ടല്ലോ, മഹ്റജ് നല്ല രീതിയിൽ ഉച്ചരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നമ്മളെ മക്കളിൽ ഉണ്ടാവുന്നുണ്ട്. അക്ഷരങ്ങൾ പലപ്പോഴും ഒഴിവാക്കിയിട്ടാണ് അല്ലെങ്കിൽ അത് വിഴുങ്ങിയിട്ടാണ് ഓതുന്നത് അല്ലേ? നിങ്ങൾ തന്നെ ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കേണ്ടിയാണ്. പിന്നെ തജ്വീദ് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ പറ്റുന്നില്ല. ഒരേപോലെയുള്ള അക്ഷരങ്ങളിൽ ചില സമയത്ത് കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് മാതാപിതാക്കളായിട്ടുള്ള നിങ്ങൾക്ക് ചില സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ ആണ്. നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ പൂർണ്ണമായിട്ടൊരു ആത്മവിശ്വാസം കൊടുത്താൽ മതി, മക്കളെ പ്രോത്സാഹിപ്പിച്ചാൽ മതി. അവർക്ക് നല്ല രീതിയിൽ തന്നെ കഴിവുകളുണ്ട്, ആ കഴിവുകളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും ചെയ്യും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം 1-ാമത്തെ ദിവസം എനിക്ക് കുട്ടികളെ തരുന്ന സമയത്തുള്ള ആദ്യത്തെ ഒരു അവസ്ഥ അല്ല ഇപ്പോൾ ഉള്ളത്. നല്ല രീതിയിൽ മാറ്റമുണ്ട്. അത് രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഇനിയും അവരിൽ മാറ്റം വരേണ്ടതുണ്ട്. അവർ മുഴുവനായിട്ട് മാറിയിട്ടുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവും. ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇത് എല്ലാം കഴിഞ്ഞ് ബാക്കിയാണ് ദീനിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇതിനോട് കൂടെ തന്നെയാണ് നമ്മളെ ദുന്യാവ് കിട്ടേണ്ടത്. എങ്കിലാണ് നമുക്ക് ദുന്യാവ് മാത്രം വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ആ വിജയിക്കുന്ന മക്കളാക്കിയിട്ട് നമ്മളെ മക്കളാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് രാവിലെകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് അയച്ചു തരുന്ന കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ കൂടെ പറ്റുമെങ്കിൽ ഇരിക്കുക. അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതേപോലെ അവർക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൊടുത്തിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ അവർക്ക് മാറ്റം വരും. ഇവിടെ ഞാനും എടുത്തിട്ടുള്ള ഒരു മിഷൻ തന്നെ വെച്ചാൽ, കുട്ടികളായിട്ടുള്ള നിങ്ങളുടെ റീഡിങ് കപ്പാസിറ്റി
LSRW എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. LSRW എന്ന് വെച്ചാൽ ലിസണിങ്. ചില കുട്ടികൾക്ക് കുറച്ച് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കും. ചില കുട്ടികൾക്ക് സംസാരിക്കണ സമയത്താണ് പഠിക്കുക. മൂന്നാമത്തതാണ് വായിക്കണ സമയത്താണ് പഠിക്കുക. അടുത്തതാണ് എഴുതണ സമയത്താണ് പഠിക്കുക. ഇങ്ങനെ 4 രീതിയിലുള്ള പഠിക്കാൻ പറ്റുന്ന കുറച്ച് കഴിവുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആന് നല്ല രീതിയിൽ ഓതാൻ കഴിയുക എന്നതാണ്, അല്ലെങ്കിൽ കഴിയിപ്പിക്കാൻ വേണ്ടി സഹായിക്കുക എന്നതാണ് ഞാൻ എടുത്തിട്ടുള്ള ഒരു മിഷൻ. റീഡിങ് അക്യുറസി പ്രോഗ്രാമാണ് ഇത്. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ട് നടക്കുമോ? ഒരിക്കലും നടക്കൂല. നിങ്ങളുടെ സപ്പോർട്ട് വേണം, രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മഹ്റജ് മസിൽ ട്രെയിനിങ്. കാരണം മഹ്റജ് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഉച്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ട്രെയിനിങ് ഉണ്ട്. ലെറ്റർ ബൈ ലെറ്റർ നമുക്ക് എവിടെയാണ് കറക്ഷൻ വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ എങ്ങനെ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ, നല്ല ഓത്തുകാരൊക്കെ ചില സമയത്ത് ഓത്തുകളൊക്കെ കേൾക്കുന്ന സമയത്ത് കൊതിയാവുന്ന ഓത്തുകളില്ലേ, അതേപോലെ നമ്മളെ മക്കളെ എങ്ങനെ ഓത്തുകാരാക്കി മാറ്റുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട് 21 ദിവസം. അപ്പൊ ഇത് രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ മക്കൾ നല്ല അടിപൊളിയായിട്ട് ഓതുകയും നല്ല രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, ദീനി കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് അവരിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നോട് പല രക്ഷിതാക്കളും പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കേൾക്കേണ്ടത് രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളുടെ മക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് എനിക്ക് കേൾക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നോട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവും. ഏത് രീതിയിലാണ് നിങ്ങളെ എനിക്ക് ഇനി ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഞാനൊരു അവസരം തരാം. നിങ്ങൾ സംസാരിക്കുക. ഓരോരുത്തരായിട്ട് സംസാരിക്കുക. മക്കളുണ്ടെങ്കിൽ അവരും സംസാരിച്ചോട്ടെ. ഓക്കെ. ദിൽക്കഷിന്റെ ഉമ്മ ഉണ്ടെങ്കിൽ ആദ്യം സംസാരിച്ചോളി. എന്താണ് അവരിലുള്ള മാറ്റം എന്ന കാര്യങ്ങളൊക്കെ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കട്ടോ. ആർക്കാണ് സംസാരിക്കുക? അൺമ്യൂട്ട് ചെയ്തിട്ട് അവരുടെ മക്കളിലുള്ള മാറ്റങ്ങൾ, ഇനി എന്തെങ്കിലും അപ്ഡേഷനുകൾ വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ആ, കേൾക്കാനുണ്ട്. ആ, പറയൂ. ഞാൻ നഹിയാന്റെ അമ്മയാണ്. അതെ. നഹിയാന്റെ ഉമ്മ പറയൂ, എന്തൊക്കെ? അൽഹംദുലില്ലാഹ്, ഒരുപാട് മാറ്റങ്ങളാണ്. ആ വായിക്കാൻ എഴുതാനും അവർക്ക് ഏറെ ഇൻട്രസ്റ്റ് ഉണ്ട്. മഗ്‌രിബായാല് ഖുർആൻ എടുക്കാനും പുസ്തകം എടുക്കാനും അതിനുള്ള പഠിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോ. മാഷാ അല്ലാഹ്. വെരി ഗുഡ്, സൂപ്പർ. ഇനി എന്തെങ്കിലും ഇപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും, ഇപ്പൊ അവരെ ചിട്ടകളില് കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും? 21 ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോഴത്തേനും അവര് ശരിയാവും എന്നാണ് നമ്മളൊരു ഇത്. കണ്ടോടത്തോളം ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നത്. ശരി ശരി. അപ്പൊ വീട്ടിലൊക്കെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ? ഒക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാനും എഴുതാനും ഓതാനും ഒക്കെ ഉള്ള. ചെയ്ത് നോക്കുന്നുണ്ട് അവര്. ഇതുവരെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പെർഫെക്ഷൻ അൽഹംദുലില്ലാഹ്, 100% മാറ്റങ്ങൾ തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. ഇവിടെ നമ്മൾ പെർഫെക്ഷൻ നോക്കണില്ല, ഫസ്റ്റ് സെക്കൻഡ് ഒന്നും നോക്കണില്ല. താല്പര്യത്തോട് കൂടിയിട്ട് ശ്രമം നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. അടുത്തൊരു രക്ഷിതാവ്. റേഞ്ച് പോകുന്നുണ്ട് തോന്നുന്നുണ്ട്, പറഞ്ഞു കേട്ടില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ എന്റെ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ എന്റെ കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ട്. ഓക്കെ.
നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ഒരു കോമ്പറ്റീഷൻ രീതിയിലല്ല ഒന്നും സംഘടിപ്പിക്കുന്നത്. അവരെ ഉത്സാഹവും ചെയ്യാൻ കാണിക്കുന്ന ആത്മാർത്ഥതക്കും അനുസരിച്ചിട്ടാണ് പ്രോത്സാഹനങ്ങളും സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നത്. ആ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നിങ്ങളെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇൻഷാ അള്ളാ. അടുത്തൊരാള്. എല്ലാവരും സംസാരിക്കട്ടെ, അവിടെ മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളെ മക്കളെ കുറിച്ച് പറഞ്ഞാലാണ് അവർക്കും സന്തോഷമാവുക. അതേപോലെ ഉസ്താദ് നിലക്ക് എനിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. ആരാണ് അടുത്ത് സംസാരിക്കുക? പറയാനും മടിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും സംസാരിക്കും. നാജിയ, ദിൽകഷിന്റെ ഉമ്മ, പിന്നെ അതേപോലെ മനാഫ്, ഫസീല, സിനാന്റെ ഉമ്മ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കൾ സംസാരിക്കും. കുട്ടികൾ. അസ്സലാമലൈക്കും ഉസ്താദ്, ഞാൻ നാസിമ. ആ, നാസിമോനെ പറയും, സംസാരിക്കേ. എന്റെ ക്യാമറ ഓൺ അല്ലേ? ഞാൻ ക്യാമറ ഓൺ ആക്കാൻ കാണട്ടെ. ആ, അതാ. ഓക്കെ, നാസിമോനെ പറയടാ, എനിക്ക് എന്ത് മാറ്റാണ് വന്നിട്ടുള്ളത്? കേൾക്കണില്ല. ഇപ്പൊ കുറച്ച് ഉസാറൊക്കെ ഉണ്ട്, മടിയൊന്നും കിട്ടുന്നില്ല ഇപ്പൊ. മടിയൊന്നും കിട്ടണില്ല. ആ, ആദ്യം ഞാൻ മദ്രസയ്ക്ക് പോകുമ്പോ എണീക്കാൻ മടിയായിരുന്നു, ഇപ്പൊ ആ, എണീക്കലുണ്ട്. ശരി. ഇപ്പൊ നീക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ? ശരി, ശരി. ഉഷാറായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കോ? ഏ പഠിക്കും. ഓക്കെ, ഓക്കെ. സൂപ്പർ. ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ കേട്ടാ. ശരി. ഓക്കെ, അടുത്തൊരാള്. ഫസീല എന്ന് പറഞ്ഞ ആള് അൺമ്യൂട്ട് ചെയ്യണ്ടല്ലോ, സംസാരിച്ചോളി. അവിടെ സംസാരിക്കണം. അല്ല, ഒരു വൺ സൈഡ് ആയിട്ട് മാത്രം ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. കാരണം നിങ്ങളെ മക്കളുടെ ഭാവി കാണുന്നുണ്ടെങ്കിൽ. ദിൽകേഷ്, സംസാരിക്കുക ദിൽകേഷ്. ആ മൈക്ക് ഓൺ ആക്കിയാൽ മതി. ആ മൈക്ക് ഓൺ ആക്കിക്കോളി.
സിനാന് സംസാരിക്കണ്ട. ഹലോ ആ ഹലോ ഹലോ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഓക്കെ. സിനാന്റെ ഉമ്മ ഉണ്ടോ ലൈനില്? ആ ഓക്കെ. ഉമ്മ അവനെ കുറിച്ച് എന്താ അഭിപ്രായം നിങ്ങൾക്ക് ഇപ്പോ? ഉഷാറായിരിക്കും. ഓക്കെ. ഇപ്പൊ മഗ്‌രിബിന്റെ ശേഷമൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കലുണ്ടോ? ആ കുറച്ചു നേരമൊക്കെ കുറച്ചു നേരമൊക്കെ. അത് ആ അവസ്ഥ. ശരി. ശരിയായിക്കോളും. ഇൻഷാ അല്ലാ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. ആ അതിന്റെ ഇടയ്ക്ക് ദിൽകേഷ് വന്നിരുന്നല്ലോ. ദിൽകേഷ് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കും. കാരണം ഞാനിവിടെ കുറെ നിങ്ങളോട് അറിവുകൾ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള എക്സ്പീരിയൻസ് എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. ഓക്കെ ദിൽകേഷ്. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. പറയൂ ദിൽകേഷ് മോൻ. ഉമ്മ ഉണ്ടോ അവിടെ? ആ ഓക്കെ. സംസാരിപ്പിക്കും. എന്താ അമ്മ പറയുന്നതിനെ കുറിച്ചിട്ട്? ശരിയാവുണ്ട് കുറേശ്ശെ ഫുള്ളായിട്ടില്ല ഉസ്താദെ. അവനക്ക് അതെ. കുറച്ച് ബുദ്ധിമുട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ ആ ചിലതൊന്നും ഇപ്പോഴും കിട്ടണില്ല. എന്നാലും ശരി കൊറേയൊക്കെ ഓക്കെ ആയിക്കണ്. ശരി. പിന്നെ ഓക്കെ. അവനെ കൊണ്ട് സൂറത്തുകളൊന്നും ഉസ്താദ് ഓതിപ്പിക്കണം കേട്ടാടാ. ശരി. ഞായറാഴ്ച കാരണം അവന് സ്പീഡായിട്ട് ഓതി പോവാണ്. അപ്പൊ പകുതിയൊക്കെ ഇങ്ങനെ തെറ്റുന്നുണ്ട്. പകുതി തെറ്റുണ്ടല്ലേ? ശരി പകുതി ശരി. തെറ്റ് വരുന്നുണ്ട്. നമ്മള് ഉൽഫല്ലാ കണ്ട് ഓതുമ്പോ ഇതാന്നുള്ളത് ഓതി വിടാം. പക്ഷെ അതില് ലാസ്റ്റ് ഒക്കെ എത്തുമ്പോ പകുതി അക്ഷരമൊക്കെ തെറ്റായിരുന്നു. അതെ. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിച്ചാ മതി അവന്. ശരി. ആദ്യം നന്നായിട്ട് അക്ഷരങ്ങൾ അറിയപ്പോ രണ്ടിലേക്ക് എത്തിയപ്പോ ഫുള്ള് മറന്നതാ. ഇപ്പൊ വീണ്ടും ഇപ്പൊ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ആവണുള്ളൂ. ശരി ശരി. പിന്നെ അവനക്ക് സംസാരത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാരണം നമുക്കും അതൊരു ഭയങ്കര തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊന്ന് പുസ്തകം റെഡി ആക്കിണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ഒക്കായി വരുന്നുണ്ട്. എന്നാലും ആദ്യത്തിൽ ഖുർആൻ തന്നെയാണ്. ശരി ശരി. ഇൻഷാ ഉം. അല്ലാ. അപ്പൊ എന്തായാലും ഉസ്താദ് ശ്രദ്ധിക്കേണ്ടിട്ടാ. ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. നാളെ സ്കൂളിൽ എക്സാം ആണ്. അപ്പൊ നല്ല പനിയാണ്. അപ്പൊ ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് വരാൻ ക്ലാസ് കാരണം വെയിറ്റ് ചെയ്തിരുന്നാണ് ഇപ്പൊ. ശരി ശരി. എന്നാലും വന്നല്ലേ നിങ്ങൾ? ആ അത് കഴിഞ്ഞു. ഓക്കെ. ആ നമ്മളിപ്പോ ഇപ്പൊ ഈ സെഷന് ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടയിൽ ഇനി ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഓക്കെ. ഇപ്പൊ 5 ദിവസത്തെ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ മക്കൾക്ക് സമയത്തോളം നോക്കിക്കോളൂ. ഈ 5 ദിവസം നമ്മൾ ആദ്യ അക്ഷരങ്ങളാണ് പഠിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ അക്ഷരങ്ങളെ എങ്ങനെയാണ് കെസറിട്ടാല് ഫതഹിട്ടാല് ലമ്മിട്ടാല് വായിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മഹ്റജുകളെ കുറിച്ച് പഠിച്ചു. ഇനി ഓരോ ദിവസം ഇനി വരാൻ പോകുന്ന കുറച്ചുകൂടി ടാസ്ക് കൂടിയതാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളും കേൾക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഒരു ടാസ്ക് പിറ്റേ ദിവസത്തിന് വേണ്ടി വെക്കാതിരിക്കുക, അന്ന് തന്നെ ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും എന്തായാലും. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. കുറെ ആൾക്കാർ ഇനിയും സംസാരിച്ചിട്ടില്ലല്ലോ. ഫസീല. അതെ പറയൂ പറയൂ. ടാസ്കും ചെയ്തിക്കണേ. ഇന്ന് തന്ന ടാസ്ക് ഞാൻ ചെയ്തിക്കണേ. ആയിക്കോട്ടെ കേട്ടാ. ഇനി ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ? സംസാരിച്ചോളൂ. വഅലൈക്കും അസ്സലാം. ഷായിദ് ഫാരിസിന്റെ മാമിയട്ടാ. അതെ. അവന്റെ ഉമ്മ വീട്ടിലാണേ. ശരി അവളെ ശരി. വീട്ടിലാ. ശരി ശരി. അപ്പൊ ഞാന് അപ്പൊ അവന് ഖുറാനൊക്കെ ഓതാൻ ഇപ്പൊ എന്താണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് ഉസ്താദിന്റെ ക്ലാസ്
കേൾക്കുമ്പോ ശരി. ഉണ്ട് ആ അതെ അതെ അതെ. പഠിക്കണേ. ആദ്യം അതല്ലായിരുന്നേ. ശരി ശരി. ആ ആദ്യം മടി മോദിക്കും. ആ ആ ആ. ഇതല്ല. ഇപ്പൊ സൈഡ് ക്ലാസ് എടുക്കാനും ശരി ശരി. ആയിക്കോട്ടെ. ഓക്കെ. ഭയങ്കര ശരി ശരി. ആ ഇൻഷാ അല്ലാ ശരിയായിക്കോട്ടെ. ആയിക്കോട്ടെ. നിങ്ങളെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടായാൽ മതി. ഓക്കെ. ആയിക്കോട്ടെ. ഇതിനു വേണ്ടി സൂപ്പർ. ആയിക്കോട്ടെ. ആ സംസാരിക്കും. വലൈക്കും സലാം. ഹോസിയാത്ത സംസാരിച്ചോളി. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ട്. ആ പിന്നെ മോൻ ഉസ്താദിന്റെ ക്ലാസ് മോനിക്ക് ഭയങ്കര ഇഷ്ടായിരിക്കണ്. ഉം, പിന്നെ മോൻ പഠിക്കാൻ വളരെ ബാക്കിലേക്കാണ്. ഉം, പിന്നെ ഇപ്പോഴാണെങ്കിൽ അക്ഷരങ്ങളൊക്കെ അവനക്ക് 1-ാം ക്ലാസ്സിൽ നിന്ന് അറിയായിരുന്നു. 2-ാം ക്ലാസ്സിൽ ഉം. അക്ഷരങ്ങളൊക്കെ മറന്നു പോയ പോലെ ആയിരുന്നു. ശരി ശരി. ആ ഉസ്താദിന്റെ ക്ലാസ്സിൽ ഇപ്പൊ വന്നതിന് ശേഷം ഇപ്പൊ നന്നായിട്ട് ഇപ്പൊ അവന് കുറേശ്ശൊക്കെ എഴുതാനും പഠിക്കാനൊക്കെ ആയിട്ട് ഉം. വരുന്നുണ്ട്. പക്ഷെ ഖുർആൻ ഓത്തുണ്ട്, ക്ലിയർ ആയിട്ടില്ല. ക്ലിയർ ഞാൻ ആയിട്ടില്ല. എത്ര ഉം, ഉം, ഉം. എത്ര പറഞ്ഞു കൊടുത്താലുണ്ട് ലെവലാവണില്ല. ഉം, ഉം, ഉം. അപ്പോ പഠിക്കാനൊരു മടിയാണ്. ശരി. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഉസ്താദിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോ ടാസ്ക് ചെയ്യാനും മുന്നിൽ വരുന്നുണ്ട്. ഉം, ഉം. അത് എത്ര പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അക്ഷരങ്ങളുണ്ട് പറഞ്ഞ് കൂട്ടി ഓതാനുണ്ട്, എനിക്ക് പറ്റണില്ല. ആ അപ്പൊ അതൊന്ന് ഉസ്താദ് ഒന്ന് ഖുർആൻ ഓദിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. ശരി ശരി. ആ അതൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ ഉപകാരമായിരുന്നു. ഓക്കെ. ഓക്കെ, ഇതിനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ ഏത് ഉം. സൂറത്താണ് നമ്മൾ എടുക്കണത് നോക്കിയിട്ട് അതൊക്കെ യൂട്യൂബിൽ കിട്ടും. ഉം. ആ ആ സൂറത്ത് നേരെ ഓണാക്കി വെച്ചു കൊടുക്കുക. അപ്പൊ നിരന്തരമായിട്ട് കേട്ട് കഴിഞ്ഞാൽ അതുപോലെ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇത് ഇത് 28 അക്ഷരങ്ങൾ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചോളം സ്വാഭാവികമായിട്ടും അത് കൂട്ടാനാണ് പിന്നെ ഒരു ശ്രമം ഉണ്ടാവുക. അപ്പൊ നിരന്തരമായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് ആ പഠിച്ച അക്ഷരവും കൂട്ടി വായിക്കാനുള്ള ഈ ശ്രമവും ആവുന്ന സമയത്ത് ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുന്ന ആ ആയത്ത് അവർക്ക് എളുപ്പത്തിൽ ഓതാൻ പറ്റും. നിരന്തരം കേൾപ്പിക്കുക, നിരന്തരം കേൾപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണം ഇപ്പൊ ഞങ്ങൾ എടുക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ വല്ലയിൽ ഇതായി ആയിഷ സൂറത്തുൽ ലൈലാണ്. ഇപ്പൊ വല്ലയിൽ ഇതായി ആയിഷ എന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നേരെ അത് ഓണാകും. അത് എപ്പോഴും ഒരു ദിവസം ഒരു നേരം 2 നേരമൊക്കെ ഓണാക്കി വെക്കുക. പിന്നെ പോകുന്ന സ്കൂളിലേക്ക് പോണ സമയത്തോ അല്ലെങ്കിൽ മദ്രസ സ്കൂൾ വിട്ടു വന്നതിന് ശേഷമൊക്കെ ഓണാക്കി വെച്ച് നോക്കുക. അപ്പൊ ഇവനിത് കേൾക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് വായിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. നമ്മൾ എന്തിന്റെ അറ്റ്മോസ്ഫിയറിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് മക്കള് ആ അറ്റ്മോസ്ഫിയറിനെ അഡാപ്റ്റ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ TV വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാർട്ടൂണും TV ആയിരിക്കും കാണുക. അതേസമയം ഇത് ഇത് പഠിക്കുന്നതോട് കിട്ടാതെ വീണ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നതോട് പിന്നെ തീരെ ആകെ ബാക്കിക്ക് വരുന്ന ഒരു ലെവലിലാണ് കാണുന്നത്. ശരിയാവും. ഇൻഷാ അല്ലാ. ആ ഒരു ടെൻഷൻ എനിക്ക് നല്ലുണ്ട്. കാരണം നമ്മൾ ഇരുത്തി അവനോട് ഇരുന്ന് ഓതാൻ നമ്മൾ ശ്രമിക്കുന്നതോറും കൂടുതൽ കിട്ടായി വരുമ്പോ ഭയങ്കര ടെൻഷൻ. ശരി ശരി. ഇനി നോക്കിക്കോളി. ഇൻഷാ അല്ലാ. നല്ല ആവേശത്തിൽ തന്നെ ഇപ്പോ നല്ല ക്ലാസ്സിലൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല മാറ്റം വരുന്നുണ്ട്. കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 1-ാം ക്ലാസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ആണ് വന്നിരുന്നത്. പിന്നെ 2-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഉസ്താദിന്റെ ഒരു ഇതില് ആകെ താളം തെറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതാ വീണ്ടും ലെവലായി വരുന്നത്. അപ്പൊ ഭയങ്കര ഒരു വരും. നല്ല മാറ്റം വരും. ഇൻഷാ അല്ലാ. പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുണ്ട് മക്കളെ. ഇൻഷാ അല്ലാ. നിങ്ങളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നല്ല വേണം എനിക്ക്. അതുണ്ടാവും, അതെന്തായാലും ഇൻഷാ അല്ലാ. എന്തായാലും അവര് മാറ്റം വരും. ഞാൻ അയക്കുന്ന ടാസ്കുകൾ അത് നിങ്ങൾ ഒന്ന് കേട്ടതിന് ശേഷം ഇവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാ. മാറ്റം വരും. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും നമ്മളെ ഈ ഇരുത്തവും നമ്മളെ ഈ ഉദ്ദേശവും അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക്
ഇരുലോകം കിട്ടുന്ന നല്ല മക്കളാക്കിയിട്ട് നമ്മളെ മക്കളെ മാറ്റട്ടെ. അതേപോലെ ദുനിയാവും ആഖിറവും ഒരേപോലെ സമ്പാദിക്കുന്ന മക്കളാക്കിയിട്ട് നമ്മളെ മക്കളെ മാറ്റട്ടെ. അതിന് രക്ഷിതാക്കൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്ന മക്കളായിട്ട് നമ്മളെ മക്കളെ മാറ്റട്ടെ. ഇത് ഞാൻ പ്രാർത്ഥിക്കുന്നതോട് കൂടെ തന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സാഹചര്യങ്ങളും നമ്മളെ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ആരാണ് എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളെ മാഹൗല്, നിങ്ങളെ ചുറ്റുപാട് ഇസ്ലാമിക അന്തരീക്ഷമാണെങ്കിൽ മക്കളും ആ അന്തരീക്ഷത്തിൽ വളരും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരും മുന്നിൽ കണ്ടിട്ടുള്ള ചിട്ടകളോട് ഇഷ്ടപ്പെട്ടിട്ട് ചാടിക്കളിയും ഡാൻസും പിന്നെ അതേപോലെ മറ്റുള്ള എന്തൊക്കെ ഉണ്ടോ അതർ ആക്ടിവിറ്റിയിലേക്ക് പോകും. അപ്പോൾ ഇസ്ലാമിന്റെ ചിട്ടയിൽ വളർത്തിയിട്ട് നല്ല ഇഷ്ടപ്പെടുന്ന നല്ല ദീനി ചിട്ടയുള്ള മനപ്പാനം നോക്കണേ, കുടുംബം നോക്കണേ, നല്ല പഠിക്കുന്ന സ്വന്തമായിട്ടുള്ള ചിന്തകളോട് കൂടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിട്ട് നമ്മളെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കണം. അപ്പൊ അതിനുള്ള ഒരു സ്റ്റെപ്പാണ് സത്യത്തിൽ ഞാൻ വെച്ചിട്ടുള്ളത്. വെറും ഒരു ഖുർആൻ പഠനം എന്നുള്ള രീതിയിലല്ല, മറിച്ച് നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴും പല കാര്യങ്ങളും അറിയില്ല. ഇപ്പം മദ്രസയിലാവട്ടെ സ്കൂളിലാവട്ടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും ഇന്ന് നമ്മുടെ ജീവിതത്തിനെ നോക്കുന്ന സമയത്ത് അതൊന്നും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ ഇതാക്കുന്നില്ല. ഇപ്പൊ മാത്സ് നമ്മൾ പഠിച്ചത് നമുക്ക് എവിടെയാണ് ആവശ്യം വരുന്നത്, എവിടെ ആവശ്യമില്ല. പക്ഷെ റിയൽ ലൈഫ്, ജീവിതം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പൊ അത് ചെറുപ്പത്തിലേ നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ആ പഠിപ്പിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് കഴിവുകൾ ഉണ്ടാവും. ഇന്ന് സർട്ടിഫിക്കറ്റ് അല്ല ലോകത്തിന് ആവശ്യം, ഇന്ന് കഴിവുള്ള ആൾക്കാരാണ് ആവശ്യം. അപ്പൊ കഴിവുള്ള നല്ല പൊട്ടൻഷ്യൽ ഉള്ള മക്കളാക്കിയിട്ട് നമ്മളെ മക്കളെ നമ്മൾ മാറ്റണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന് രക്ഷിതാക്കളായി നിങ്ങളെല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ വഴിയെ നമുക്ക് ഒരാഴ്ചയിലൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കൂടണം. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേഴ്സണലി അറിയിക്കുക, ഗ്രൂപ്പിൽ അറിയിക്കുക, ഒരു കുഴപ്പമില്ല. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കുക. 5 മിനിറ്റ് ഉണ്ട്. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.